ചേട്ടാ, ഈ അനന്തുവിനെ അറിയുമായിരുന്നോ? അനന്തു എൻ്റെ ബന്ധുവാണ്. അല്ല, ഇവർ പോലീസ് പറയുന്ന പ്രതികൾ തന്നെയാണ്. പ്രതികളിൽ പലരും ഈ അനന്തു ഗിരീഷിൻ്റെ കൊലക്കേസിലെയും പ്രതികളാണ്. കാര്യം അഖിലിനുണ്ടായ സമാനമായ സംഭവമാണ് അനന്തു ഗിരീഷ് വധക്കേസിലുണ്ടായത്. അനന്തു ഗിരീഷ് കേസിലും നടക്കുന്നതിന് മുമ്പ് കൊഞ്ചലോള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും ബഹളവും നടന്നിരുന്നു. അവിടെ നിന്നാണ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അവനെ തട്ടിക്കൊണ്ടുപോയി കരമന നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് നിഷ്ഠൂരമായി ഇതേപോലെ ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക. 2 കൈയുടെ ഞരമ്പറുത്ത്, 2 കാലിലെ നരമ്പറുത്ത്, തല മുഴുവൻ കരിക്ക് കൊണ്ട് അടിച്ചു പൊട്ടിച്ച്, കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ച്, ബ്ലൈഡ് കൊണ്ട് കൈയുടെ നരമ്പറുത്ത്, അങ്ങനെ ക്രൂരമായ കൊലപാതകമാണ് അനന്തു ഗിരീഷ് അതൊക്കെ നടത്തിയത്. അതിന് സമാനമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ വൈറ്റ് ഡാമറിലുണ്ടായ അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ചുണ്ടായ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു വർഷം മുമ്പ് ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പോലീസ് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബാർ ഹോട്ടലിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിൻ്റെ ഭാഗമായി തർക്കമുണ്ടായി. അതിൻ്റെ പേരിൽ അവരിവിടെ വന്ന് അനന്തുവിനെ സമാനമായി ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇവിടുന്ന്. അഖിലിനെ മുൻപ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് വാർത്തകളുണ്ടായിരുന്നു. അതെ, അഖിലിനെയും ഇവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കൈ ഒടിഞ്ഞത് അങ്ങനെയാണ്, നേരത്തെ ഒരു കൈ ഒടിഞ്ഞ സംഭവം അങ്ങനെയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് എപ്പോഴും ഈ പ്രതികളെ കൃത്യമായ ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രതികളുടെ ഇത് കൃത്യമായി കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു നിയമ സംവിധാനം കേരളത്തിൽ കുറഞ്ഞു വരുന്നു. കാര്യം അനന്തു ഗിരീഷ് തന്നെ 5 കൊല്ലത്തിന് മുമ്പ് സംഭവിച്ചിട്ട് ഇതുവരെ ട്രയൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. 67 ദിവസത്തിനകത്ത് 90 ദിവസത്തിനകത്ത് ചാർജ് കൊടുത്താൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കിട്ടില്ല എന്നിരിക്കുകയും 67 ദിവസം കൊണ്ട് അന്നത്തെ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതാപൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ 67 ദിവസം ചാർജ് കൊടുത്തു. അതെ, അവർ 4 പേരും അനന്തു ഗിരീഷ് വധക്കേസിലും പ്രതികളായിരുന്നു. ഈ 4 പേരെല്ലാം കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇന്നോവയിൽ വന്ന് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇന്നോവ അപ്പുറത്ത് കൊണ്ട് മാറ്റിയിട്ടിട്ടാണ് വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ 4 പ്രതികളാണ് CCTV കാണുന്നതെങ്കിലും കൂടുതൽ പ്രതികൾ അപ്പുറത്തെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ പ്രതികളുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. കാര്യം ഇത് ഒരു സംഭവമല്ല. ഇത് ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ട് ലഹരി കച്ചവടവും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്താൻ കഴിയുന്നത്. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ നിഷ്ഠൂരമായ കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകമാണ്. ഇതൊന്നും ഒരു സമാനമായ സംഭവങ്ങൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തുന്നത് ഇത്തരം ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടവരാണ്. ലഹരി കച്ചവടങ്ങളാണ്. അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ട് പോകുന്നത് ബൈക്കിലാണെങ്കിൽ അഖിലിനെ തട്ടിക്കൊണ്ട് പോകുന്നത് ഇന്നോവയിലാണ്. 5 കൊല്ലം കൊണ്ട് ബൈക്കിൽ നിന്ന് ഇന്നോവയിലേക്ക് മാറുവാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യം ഇവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ഇവരെന്ത് തൊഴിൽ ചെയ്യുന്നു? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുകയും ചാർജ് കൊടുക്കുകയും ചെയ്താൽ പോലും കോടതികൾ ജാമ്യം കൊടുക്കുന്നു. ഈ അമൽകൃഷ്ണയുടെ അച്ഛനും കൊച്ചിച്ചനും ഇരട്ടക്കൊലക്കേസിലെ മൊട്ടമുടി ഷാജി വധക്കേസ് ഇരട്ടക്കൊലക്കേസിലെ പ്രതികളാണ്. 12 കൊല്ലം കഴിഞ്ഞിട്ടും അതിന് ട്രയൽ നടത്തുകയോ അതിൻ്റെ വിസ്താരം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നിയമം കണ്ടുകെട്ടിയിരിക്കുന്നിടത്തോളം കാര്യം ഇങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാര്യം പ്രതികൾക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ് കൊലപാതകം നടത്തുവാൻ. അവർക്ക് കൂടുതൽ സമൂഹത്തിൽ അവരെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ അനന്തു ഗിരീഷ് കൊലക്കേസിന് ശേഷം തന്നെ ഈ പ്രതികൾ പല കുറ്റകൃത്യങ്ങളും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ പേര് ജാമ്യം നിഷേധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ചെയ്തില്ല എന്നാണ് കരുതുന്നത്. ഞങ്ങളുടെ കേസിൽ അനന്തു ഗിരീഷ് വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മോഹൻ രാജിനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ കേസിൻ്റെ ട്രയൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. ഈ കേസിലെ പ്രതികൾക്ക് ബെയിൽ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്. വക്കീൽ ഈ പഴയ കേസിലെ പ്രതികൾക്ക് ഈ കേസിലും പ്രതികളായ സാഹചര്യത്തിൽ അവരുടെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരുടെ ബെയിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കോടതി മുഖാന്തരം നടത്തുമെന്ന് പറഞ്ഞു.